ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നുഖ്ബത്തുൽ ഫിക്ർ സബഖ് 15. വമിൻഹ അൽ മഷ്ഹൂർ. കരീനത്തുകളെ കൊണ്ട് ചുറ്റപ്പെട്ട ഖബറുകളുടെ ഇനങ്ങളിൽപ്പെട്ടതാണ് അൽ മഷ്ഹൂർ. നമ്മൾ പറഞ്ഞു വന്നത് കരീനത്ത് കൊണ്ട് ചുറ്റപ്പെട്ട ഖബറുകൾ ളിയായ ഇൽമിനെ മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് ഫായിദ വെപ്പിക്കും എന്ന് പറഞ്ഞു വന്നതാണ്. അപ്പോൾ കരീനത്ത് കൊണ്ട് ചുറ്റപ്പെട്ടതിൽ ഒന്ന് നമ്മൾ പറഞ്ഞത് ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്ത തആറുദില്ലാത്ത ഹദീസ്. രണ്ടാമത്തതാണ് മഷ്ഹൂർ. കരീനത്തോട് ചുറ്റപ്പെട്ട ഖബറുകളുടെ ഇനങ്ങളിൽപ്പെട്ടാണ് മഷ്ഹൂർ. ആ മഷ്ഹൂർ ഇദാ കാനത്ത് ലഹു തുർക്കുൻ മുതബായിനത്തുൻ. ആ മഷ്ഹൂറിന് വ്യത്യസ്തങ്ങളായ തുർക്കുകൾ ഉണ്ടായാൽ, എന്ന് പറയാൻ കാരണം അതവിടെ പറഞ്ഞത് മഷ്ഹൂർ നമ്മൾ മുമ്പ് പറഞ്ഞിരുന്നു. ഗരീബിനെയും അസീസിനെയും ഒക്കെ ഉൾപ്പെടുത്തുന്ന നിലക്കുള്ള മഷ്ഹൂർ മുമ്പ് പറഞ്ഞിരുന്നു. ആ മഷ്ഹൂർ അല്ല. അപ്പോൾ അതിനെയും കൂടെ ഷാമിലാക്കുമെന്ന തോന്നിപ്പിക്കുന്നതിനെ ദഫ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവിടെ എന്ത് ചെയ്തത്, തുർക്കും മുതബായിനത്തുൻ എന്ന് പറഞ്ഞത്. അപ്പോൾ മുതബായിനത്തായ തുർക്കുകളുള്ള മഷ്ഹൂർ മാത്രമല്ല, സാലിമത്തുൻ അത് രക്ഷപ്പെട്ടതും മിൻ ളുഫിർ റുവാത്തി റാവികളുടെ ളുഫിൽ ബലഹീനതയിൽ നിന്ന് രക്ഷപ്പെട്ടതും, വൽ ഇലലി അതേപോലെ തന്നെ ഖാദിഹത്തുകളിൽ നിന്ന് ഇല്ലത്തുകളിൽ നിന്നും രക്ഷപ്പെട്ടതായ തുർക്കുകളുള്ള മഷ്ഹൂർ. അപ്പം ളുഫും ഇലലും ഒന്നും ഇല്ലാത്ത മഷ്ഹൂർ, ആ മഷ്ഹൂർ കരീനത്തുകളെ കൊണ്ട് ചുറ്റപ്പെട്ട ഇനത്തിൽപ്പെട്ടതാണ്. അതിപ്പോൾ നദരിയ ഇൽമിനെ ഫായിദ വെപ്പിക്കുന്നതിൽപ്പെട്ടതാണ്. വമിമ്മൻ സറഹ ബി ഇഫാദത്തിഹി, ആ മഷ്ഹൂർ ഫായിദ വെപ്പിക്കും എന്നതുകൊണ്ട് സ്വരീഹാക്കിയവരിൽപ്പെട്ടവരാണ്. എന്തിനെ ഫായിദ വെപ്പിക്കുന്നു? അൽ ഇൽമൻ നദരിയ, നദരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും എന്ന് ശരിയാക്കിയവരിൽപ്പെട്ടവരാണ് ആര്? അൽ ഉസ്താദ് അബൂ മൻസൂറുൽ ബഗ്ദാദിയു, അബൂ മൻസൂറുൽ ബഗ്ദാദി എന്നവർ. ഷാഫി മദ്ഹബുകാരനാണ്. തിൽമീദു അബി ഇസ്ഹാഖ് അൽ ഇസ്ഫറാനി. ലഹു ഇത്ലാഉൻ ഫി ഉലൂമിൻ കസീറ മിൻഹാ അൽ ഫിഖ്ഹു വൽ ഉസൂൽ വൽ ഹദീസ്. ദറസ 19 നൗഅൻ മിനൽ ഉലൂം വദുഫിന ഇലാ ജംബി ശൈഖിഹി. ലഹു മുഅല്ലഫാത്തുൻ കസീറ മിൻഹാ അൽ ഫർഖു ബൈനൽ ഫിറഖ് വത്തഹ്സീലു ഫി ഉസൂലിൽ ഫിഖ്. അബൂ മൻസൂറുൽ ബഗ്ദാദി എന്നവർ. വൽ ഉസ്താദു അബൂബക്കർ ഇബ്ന് ഫൗറഖ് എന്നവർ. ഇബ്ന് ഫൗറഖുൽ ഇസ്ഫഹാനി, ആ ഉസ്താദും ഇത് സ്വരീഹാക്കിയവരിൽപ്പെട്ടവരാണ്. ഇബ്ന് ഫൗറഖ് അബൂബക്കർ അൽ മഷ്ഹൂർ ബിബ്നി ഫൗറഖ്. അൽ ഉസ്താദുൽ മുതക്കല്ലിമുൽ ഉസൂലിയു അൽ അദീബുൻ നഹ്വിയു അൽ വാഇദ് അഹിയല്ലാഹു ബിഹി അൻവഅ മിനൽ ഉലൂമി ഫി നൈസാബൂർ. വകാന ശദീദർ റദ്ദി അലൽ കറാമിയ വൽ മുജസ്സിമ വൽ മുശബ്ബിഹ. മാത മസ്മൂമൻ സനത്ത 406. തഖാറബ മുഅല്ലഫാതുഹു അൽ മിഅ. 100ഓളം ഗ്രന്ഥങ്ങൾ രചിച്ച മഹാനാണ് ഇബ്നു ഫൗറഖ് എന്നവർ. ഇവരൊക്കെ വഗൈറുഹുമാ, ഇവർ രണ്ടും അല്ലാത്തവരും
ഈ മഷൂറായ ഹദീസ് നവരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും എന്ന് ശരിയാക്കിയവരിൽ പെട്ടവരാണ്. അടുത്തത് വമിൻഹ, ആ കരീനത്തോട് ചുറ്റപ്പെട്ട ഹദീസിൻ്റെ ഇനത്തിൽപ്പെട്ടതാണ് അൽ മുസൽസലു ബിൽ അഇമ്മത്തിൽ ഹുഫാദിൽ മുത്ഖിനീന, മുഹഖിഖീങ്ങളായ ഹുഫാദുകളായ അയിമ്മത്തുകളെ കൊണ്ട് റിവായത്ത് ചെയ്യപ്പെട്ട മുസൽസലായ ഹദീസ്. ഹൈസു ലാ യകൂനു ഗരീബൻ, ആ മുസൽസൽ ഏത് നിലയിൽ അത് ഗരീബായിട്ടില്ല. ഗരീബായിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒരു റാവിയുള്ള തുർക്കില്ലാതിരിക്കുക. ഒരു റാവിയുള്ള തുർക്കാവുമ്പോഴാണല്ലോ പിന്നെ ഗരീബാകുക. അപ്പോൾ ഗരീബായിട്ടില്ല. ഗരീബാകാത്ത ഹൈസിയത്തിൽ എന്താണ് മുത്ഖിനീങ്ങളായ ഹുഫാദുകളായ അയിമ്മത്തുകളെ കൊണ്ട് റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് മുസൽസലായ ഹദീസ്. മുസൽസൽ എന്ന് പറഞ്ഞത് ഇവിടെ ഹഖീഖിയായ മാനക്കുള്ള മുസൽസലല്ല. ഇവിടെ മുസൽസൽ കൊണ്ടുള്ള ഉദ്ദേശം ബി അയ്യക്കൂന റിജാലു ഇസ്നാദിഹി അല്ല ഇമ്മത്തു ലാ യസാലു യർവീഹി ഇമാമുൻ മിൻ ഇമാമിൻ, അങ്ങനെ. വകാന്നഹു മാഖൂദുൻ മിൻ സൽസലത്തിൽ മാഉ ഫി ഹൽഖിഹി ഐ സുബ്ബിബത്ത്, തൊണ്ടയിലേക്ക് വെള്ളം ഉറ്റിച്ചു കൊടുക്കുക എന്ന് പറയും. സുൽസിലത്തിൽ മാഉ കണലി അന്ന കുല്ല ഷെയ്ഖിൻ, ഓരോ ഷെയ്ഖന്മാരും ബി ഇൽഖാഇഹി ഇലാ തിൽമീദിഹി, ഓരോ ഷെയ്ഖും അവരുടെ തിൽമീദന്മാർക്ക് ഹദീസ് ചൊല്ലിക്കൊടുക്കുമ്പോൾ അന്നഹു യുസിബുഹു ഫി ജൗഫിഹി, അത് ഉള്ളിലേക്ക് ഇങ്ങനെ ഉറ്റിച്ചു കൊടുക്കുന്നത് പോലെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ മുസൽസൽ എന്ന് അങ്ങനെ പേരിട്ടത്. വല്ലാഹിറു അന്നഹു യുരീദ് ബിൽ മുസൽസൽ അൽ മഅന ലുഗവിയ്യ ലൽ ഇസ്ലാഹി, ഇസ്ലാഹിയായ മാനയല്ലോട് ഉദ്ദേശം ലുഗവിയായ മാനയാണ് എന്ന് ഉദ്ദേശം. അതുകൊണ്ടാണ് ഹൈസു ലാ യകൂനു പിന്നെ ലാ യകൂനു ഗരീബൻ എന്ന് മുസന്നിഫ് പറഞ്ഞത്. അപ്പോൾ അങ്ങനത്തെ അയിമ്മത്തുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട റിവായത്ത് ചെയ്യപ്പെട്ട ഹദീസ് അത് ഈ കരീനത്തോട് ചുറ്റപ്പെട്ടാണ്. അത് ഏതുപോലെ കൽ ഹദീസില്ലദി യർവീഹി അഹ്മദ് ബിൻ ഹംബൽ മസലൻ, ഉദാഹരണത്തിന് അഹ്മദ് ബിൻ ഹംബൽ. ഇനി അഹ്മദ് ബിൻ ഹംബൽ അങ്ങനെയുള്ള പിന്നെ അലിയിൽ മദനി അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഇമാമിങ്ങളാകാം. ഉദാഹരണത്തിന് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറഞ്ഞത്. ഇവിടുത്തെ ഷാരിഹ് എന്താണ് പിന്നെ വേറെയും ഒരു പിന്നെ മുസൽസൽ പറയുന്നുണ്ട്. അതേതാണ്? കൽ ഹദീസില്ലദി യർവീഹി അലിയിൽ മദനി വൈശാരിക്കുഹു ഫീഹി ഗൈറുഹു അൻ സുഫിയാൻ ബിൻ ഉയൈന വൈശാരിക്കു ഫീഹി ഗൈറുഹു അൻ അംർ ബിൻ ദീനാർ വൈശാരിക്കുഹു ഫീഹി ഗൈറുഹു. അതുപോലെ മറ്റൊരു ഹദീസ് വൽ കൽ ഹദീസില്ലദി യർവീഹി അബ്ദുല്ലാഹി ബിൻ മുബാറക് വൈശാരിക്കുഹു ഫീഹി ഗൈറുഹു മിനൽ അനിൽ ഔസായി വൈശാരിക്കുഹു ഫീഹി ഗൈറുഹു അനി സുഹരി വൈശാരിക്കുഹു ഫീഹി ഗൈറുഹു അംസാൽ ദാലിക. ഇങ്ങനെ പല ഉദാഹരണങ്ങളുണ്ട്. ഇങ്ങനെ അയിമ്മത്തുകളെ കൊണ്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ഹദീസ്. അപ്പോൾ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ റിവായത്ത് ചെയ്ത ഒരു ഹദീസ്, എന്നിട്ട് വൈശാരിക്കുഹു, ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളോട് പങ്കാകുക, ഫീഹി ആ ഹദീസിൽ ആര് ഗൈറുഹു, ആ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളല്ലാത്തവർ പങ്കാകുക. ആരെ തൊട്ട് റിവായത്ത് ചെയ്യുക? അനി ഷാഫി, ഉദാഹരണത്തിന് ഷാഫി ഇമാമിനെ തൊട്ട് റിവായത്ത് ചെയ്യുക. എന്നിട്ട് വൈശാരിക്കുഹു, ഷാഫി ഇമാമ് ഹദീസ് പറയുമ്പോൾ ഷാഫി ഇമാമിനോട് പങ്കാകുക, ഫീഹി ഹദീസ് ഗൈറുഹു, ഷാഫി ഇമാം അല്ലാത്തവർ പങ്കാകുക. ഷാഫി ഇമാം ആരെ തൊട്ട് റിവായത്ത് ചെയ്യുന്നു? മാലിക് ബിൻ അനസ് റളിയല്ലാഹു അൻഹു തൊട്ട് റിപ്പോർട്ട് ചെയ്യുന്നു. അപ്പോൾ ഇങ്ങനെ ഇമാമിങ്ങളെ തൊട്ട് ഇങ്ങനെ പിന്നെ കൈമാറി വരുന്ന ഹദീസ് ഫ ഇന്നഹു, ആ ഹദീസ് ആ അവസരത്തിൽ യുഫീദുൽ ഇൽമ,
അത് നളരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും. ആരുടെ അടുക്കൽ? ഇന്ദ സാമിഇഹി, ആ ഹദീസിനെ കേൾക്കുന്ന ആളിൻ്റെ അടുക്കൽ അത് നളരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും. എന്തുകൊണ്ട്? ബിൽ ഇസ്തിദ്ലാലി, ഇസ്തിദ്ലാല് കൊണ്ടുള്ള ഇൽമിനെ ഫായിദ വെപ്പിക്കും. ഇസ്തിദ്ലാല് കൊണ്ട് എന്ത് ചെയ്യും? അത് ഫായിദ വെപ്പിക്കും. എങ്ങനെ? മിൻ ജിഹത്തി ജലാലത്തി റുവാത്തിഹി, ആ ഫായിദ വെപ്പിക്കുന്ന എങ്ങനെ? മിൻ ജിഹത്തി ജലാലത്തി റുവാത്തിഹി, ആ ഹദീസിനെ റിവായത്ത് ചെയ്ത റുവാത്തുകളുടെ മഹത്വത്തിൻ്റെ ഭാഗത്തിലൂടെ, അവരുടെ ജലാലത്ത്, കാരണം റാവികളായ ഇമ്മത്തുകളുടെ ജലാലത്തിൻ്റെ ഭാഗത്തിലൂടെ നോക്കുമ്പോൾ എന്താണ്? അതിൻ്റെ ഇസ്തിലാല് കൊണ്ടുള്ള ഇൽമിനെ അത് ഫായിദ വെപ്പിക്കും സാമിയിൻ്റെ അടുക്കൽ. അതായത് ആ പറഞ്ഞത് അതിനൊന്നുകൂടെ വിശദീകരിക്കുകയാണ് അതിൻ്റെ തഫ്സീറായിട്ട്. വ ഇന്ന ഫീഹിം, അത് തഫ്സീറാണ് വ ഇന്ന ഫീഹിം എന്നുള്ളത്. അവരിൽ, ആ അയിമത്തുകളാകുന്ന റുവാത്തുകൾ, അവരിൽ ഉണ്ട് മിന സിഫാത്തിൽ ലായിഖത്തിൽ മൂജിബത്തിൽ ഖബൂലി, ഖബൂലിനെ നിർബന്ധമാക്കുന്ന ലായിക്കായ സിഫത്തുകളാൽ അവരിൽ ഉണ്ട്. എന്തുണ്ട്? മാ, ഒന്നുണ്ട്. യഖൂമു, ആ ഒന്ന് നിൽക്കും. മഖാമൽ അദദിൽ കസീരി, കസീറായ അദദിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഒന്ന് ഉണ്ട്. മിൻ വൈരിഹിം, അവരല്ലാത്തവരെക്കാൾ. അപ്പോൾ ഈ അയിമത്തുകളായ റാവികൾ, അവരുടെ സിഫാത്തുകൾ, ആ സിഫാത്തുകൾ അദദുൽ കസീറിൻ്റെ മഖാമിൽ നിൽക്കുന്ന സിഫാത്തുകൾ അവർക്കുണ്ട്. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യും? അത് നദരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും എന്നാണ് പറഞ്ഞത്. അങ്ങനെ വരുമ്പോൾ വലാ യതശക്കു, സംശയിക്കുകയില്ല, തറദ്ദുദാകൂല്ല, സംശയിക്കൂല്ല. ആര്? മല്ലഹു അദിനാ മുമാറസത്തിൻ ബിൽ ഇൽമി, ഹദീസിൻ്റെ ഇൽമു കൊണ്ട് ഒരു ചെറിയ അദിനാ മുമാറസത്ത്, ചെറിയ പരിചയമുള്ള ആളുകൾ, ഒരാളും എന്താണ്? സംശയിക്കുകയില്ല. അതുപോലെ അഖ്ബാരിൻ നാസി, മുഹദ്ദിസീങ്ങളുടെ ഖബറുകൾ, അവരുടെ ഹാലുകൾ, അഖ്ബാറുകൾ, അതുകൊണ്ടും അതിനാ മുബാറസത്തുള്ള ഒരു വ്യക്തി എന്താകൂല? സംശയിക്കൂല. എന്ത് സംശയിക്കൂല? അന്ന മാലിക്കൻ, മാലിക് റളിയല്ലാഹു അൻഹു, മസലൻ ഉദാഹരണത്തിന് മാലിക് റളിയല്ലാഹു അൻഹു, ആ മാലിക് റളിയല്ലാഹു അൻഹു ലൗ ഷാഫാഹു, അവനോട്, ഈ അതിനാ മുമാറസുള്ള ആളോട് ഈ ഷാഫി മാലിക് റഹ്മഹുല്ല എന്ത് ചെയ്തു? മുവാജഹത്ത് നടത്തിയാൽ, അഭിമുഖമായിട്ട് സംസാരിച്ചാൽ, ബി ഖബരിൻ, ഒരു ഖബർ കൊണ്ട് അവനോട് മുവാജഹത്ത് നടത്തിയാൽ, ല അലിമ, അവൻ അറിയും എന്ത്? അന്നഹു സാദിഖുൻ ഫീഹി, ആ ഹദീസിൻ്റെ വിഷയത്തിൽ, ആ ഹദീസ് പറഞ്ഞതിൽ ഇമാം മാലിക് തങ്ങൾ സത്യം പറഞ്ഞവനാണ് എന്ന് അവനറിയും, മനസ്സിലാകും. സത്യം പറഞ്ഞവനാണ് എന്ന് അവൻ അറിയും എന്ന വിഷയത്തിൽ എന്താണ്? സംശയത്തിന് അതിനാ മുമാറസത്തുള്ളവന് സംശയത്തിന് ഇടമില്ല, സംശയിക്കുകയില്ല. അപ്പോ ഫഇദല്ലമ്മ ഇലൈഹി, അപ്പോൾ അതിലേക്ക് എന്ത് ചെയ്തു? ആ മാലിക് ഇമാം റിപ്പോർട്ട് ചെയ്ത, അവനോട് മുവാജഹത്ത് ചെയ്ത ഹദീസിലേക്ക് എന്ത് ചെയ്തു? കൂടിയാൽ, അല്ലെങ്കിൽ മാലിക് ഇമാമിനോടൊപ്പം കൂടിയാൽ, ഐലൻ വീണ്ടും, മൻഹുവ ഫീ തിൽക ദർജത്തി, ആ ദർജയിലുള്ള, മാലിക് ഇമാമിൻ്റെ ദർജയിലുള്ള, അല്ലെങ്കിൽ അതിനോടടുത്ത ദർജയിലുള്ള ഒരാൾ കൂടി ആ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നതിൽ കൂടിയാൽ, ഇസ്താദ, ആ ഹദീസ് എന്താകും? വർദ്ധിക്കും. ഖുവ്വത്തിനാൽ എന്താണ്? അത് വർദ്ധിക്കും. വ ബഅദ അമ്മാ യുഖ്ഷ അലൈഹി മിന സഹ്വി, സഹ്വിനാൽ ആ ഹദീസിൻ്റെ മേൽ അല്ലെങ്കിൽ മാലിക് ഇമാമിൻ്റെ മേൽ പേടിക്കപ്പെടുന്ന ഒന്നിനെ തൊട്ട് ആ ഹദീസ് എന്താകും? ബഈദാകുകയും ചെയ്യും എന്ന്. അപ്പോൾ ചുരുക്കത്തിൽ ഈ അയിമ്മത്തുകൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ് നദരിയായ ഇൽമിനെ ഫായിദ വെപ്പിക്കും എന്ന് പറയാൻ കാരണം പറഞ്ഞത്, അവരിലുള്ള
പിന്നെ കബൂലിയത്തിനെ സ്വീകരിക്കുന്ന സിഫത്തുകളാണ്. അത് അതതും കസീറിൻ്റെ സ്ഥാനത്ത് നിൽക്കുന്ന സിഫാത്തുകൾ അവരിലുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പിന്നെ ഇൽമുൽ ഹദീസിനെ കുറിച്ചും അതുപോലെ മുഹദ്ദിസീങ്ങളുടെ അഖ്ബാറുകളെക്കുറിച്ചും ഒരു അദിനാമുമാറസത്തുള്ള ഒരാളും ഇങ്ങനെ മാലിക് ഇമാമിനെ പോലുള്ള ആളുകൾ ഒരു ഹദീസ് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഹദീസ് പിന്നെ ആ ഹദീസിൽ പിന്നെ ആ പറഞ്ഞ ഇമാമോ മാലിക് ഇമാമോ അല്ലെങ്കിൽ മാലിക് ഇമാമിനോട് പിന്നെ അടുത്ത ഇമാമിങ്ങളോ ഇങ്ങനെ പറഞ്ഞാൽ അവരത് സത്യം പറഞ്ഞവനാണ് എന്ന വിഷയം അവനറിയാം. ആ വിഷയത്തിൽ എന്താകില്ല, അവന് സംശയത്തിനിട തന്നെ ഉണ്ടാകില്ല. അപ്പം അതിനോടൊപ്പം മാലിക് ഇമാമിനോടൊപ്പം അതേപോലെ ദർജയിലുള്ള ഒരാൾ കൂടി കൂടിക്കഴിഞ്ഞാൽ പിന്നെ ഒന്നുകൂടി എന്തായി, ആ ഹദീസിന് ഖുവ്വത്തുണ്ടായി. പിന്നെ അവിടെ മാലിക് ഇമാമിന് സഹവ് പറ്റിയെന്നോ അല്ലെങ്കിൽ മറ്റേയാൾക്ക് സഹവ് പറ്റിയെന്നോ പേടിക്കപ്പെടുന്ന കാര്യം അവിടെ വഈദാകും എന്നാണ് ഇപ്പം പറഞ്ഞത്. വഹാദിഹിൽ അൻവാ ഉല്ലത്തി ദക്കർനാഹ, നമ്മളിപ്പോൾ ഈ പറഞ്ഞ മൂന്ന് ഇനം നമ്മളിപ്പോൾ ഈ കരീനത്തുമായിട്ട് ചുറ്റപ്പെട്ട ഹദീസുകളെ പറഞ്ഞു. മുഖ്താറായ അഭിപ്രായം അനുസരിച്ച് നദ്രിയായ ഇൽമിനെ ഫായിദ ഏൽപ്പിക്കുന്ന 3 ഇനങ്ങളാണ് നമ്മൾ പറഞ്ഞത്. ഈ ഇനങ്ങൾ ലാ യഹ്സുലുൽ ഇൽമു ബി സിദ്ഖിൽ ഖബരി മിൻഹ, ആ 3 ഇനത്തിൽ നിന്ന് ഹദീസിൻ്റെ സിദ്ഖ് കൊണ്ട്, ആ ഖബറിൻ്റെ സിദ്ഖ് കൊണ്ടുള്ള ഇൽമ് ഹാസിലാകൂല, കരസ്ഥമാകൂല. ആർക്കല്ലാതെ? ഇല്ലാ ലിൽ ആലിമി ബിൽ ഹദീസി, ഹദീസ് കൊണ്ട് ഹദീസിൻ്റെ ഉസൂലും അതിൻ്റെ ഫുറൂഖുകളെ കൊണ്ടുമൊക്കെ അറിയുന്ന ആലിമിനല്ലാതെ ആ ഹദീസിൻ്റെ ഖബറിൻ്റെ സിദ്ഖ് കൊണ്ടുള്ള ഇൽമ് കിട്ടൂല. അൽ മുതബഹിരി ഫീഹി, എങ്ങനത്തെ ആലിം? അൽ മുതബഹിരി ഫീഹി, അതിൽ തബഹുറായ പിന്നെ അഗാധമായ പാണ്ഡിത്യമുള്ള മുതബഹിർ. അതുപോലെ തന്നെ അൽ ആരിഫി ബി അഹ്വാലി റുവാത്തി, അതുപോലെ തന്നെ പൂർണ്ണമായിട്ടും റാവികളുടെ അഹ്വാലുകളെ കൊണ്ട് അറിയുന്നതുമായ ആലിമ്. അത് മാത്രമല്ല അൽ മുത്തലി അലൽ ഇലലി, ഹദീസിൻ്റെ ഇലലുകളുടെ മേൽ അതിൻ്റെ ന്യൂനതകളുടെ മേലിലുമൊക്കെ വെളിവാകുന്ന, എത്തി നോക്കുന്ന, പിന്നെ നോക്കാൻ കഴിയുള്ള പിന്നെ ആലിമ്. ഇങ്ങനത്തെ ആലിമിനല്ലാതെ ഈ ആ ഹദീസിൻ്റെ ഖബറിൻ്റെ സിദ്ഖ് കൊണ്ടുള്ള ഇൽമ് ഹാസിലാകൂല. അത്തരത്തിലുള്ള ഇൽമുള്ള ആലിമിനല്ലാതെ ആ ഖബർ സത്യമാണോ സത്യമല്ലേ എന്നുള്ള ഇൽമ് ഹാസിലാകൂല എന്നാ പറഞ്ഞു. അപ്പം കൗനു ഗൈരിഹി, ഈ ആലിമല്ലാത്ത, ഇപ്പം നമ്മൾ ഈ പറഞ്ഞ വസു പറഞ്ഞ നിലയ്ക്കുള്ള ആലിമ് അല്ലാത്തവനാകൽ, എന്താകൽ ലാ യഹ്സുലു ലഹു, അവന് കരസ്ഥമാകൂല അൽ ഇൽമു ബി സിദ്ഖി ദാലിക, ആ ഖബർ കൊണ്ടുള്ള ഇൽമു അവന് കരസ്ഥമാവുകയില്ല എന്നതാകൽ. എന്തിനു വേണ്ടി കരസ്ഥമാകാതിരിക്കുക? ഖുസൂരിഹി, അവൻ്റെ പിന്നെ കുറവ് കൊണ്ട്, അനിൽ ഔസാഫിൽ മദ്കൂറത്തി, മേൽ പറയപ്പെട്ട ഔസാഫുകളെ കൊണ്ട്. ആലിമിന് നേരത്തെ പറഞ്ഞ ഔസാഫുകളുണ്ടല്ലോ, ആ ഔസാഫുകളെ തൊട്ട് ഇവൻ ആജസായതിനു വേണ്ടി, അല്ലെങ്കിൽ ഇവൻ്റെ കുറവ് കാരണം കൊണ്ട് ഇവൻ ആ ഇൽമ കിട്ടുന്നില്ല എന്നത്, അത് വൈറ് അങ്ങനെ ആകൽ, ഈ ആലിമല്ലാത്തവൻ അങ്ങനെ ആകുക എന്നുള്ളത് ലാ യുൻഫി, അവനത് കിട്ടുന്നില്ല എന്നതുകൊണ്ട് ലാ യുൻഫി, അത് നഫി ചെയ്യുന്നില്ല. എന്തിനെ? ഹുസൂലൽ ഇൽമിൽ മുതബഹിറിൽ മദ്കൂരി, ഈ പറയപ്പെട്ട മുതബഹിറായ ആലിമിന് ഈ ഇൽമ ഹാസിലാകുന്നു എന്നതിനെ അത് നഫി ചെയ്യുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ മുതബഹറായ ആലിമീങ്ങൾക്കല്ലാതെ ഈ പറഞ്ഞ കരീനത്തിനോട് ചുറ്റപ്പെട്ട അഖ്ബാറുകളിൽ ആ അഖ്ബാറിൻ്റെ പിന്നെ സിദ്ഖ് കൊണ്ടുള്ള ഇൽമു അവർക്ക് ഹാസിലാകുകയുള്ളൂ എന്നാണ് പറഞ്ഞത്. മുഹസ്സലുൽ അൻവാഇ സലാസത്തി ലത്തി ദക്കർനഹ, നമ്മൾ പറഞ്ഞതായ ആ 3 ഇനത്തിൻ്റെയും വൽഹാസിൽ മുഹസ്സിൽ, അത് ഒന്നുകൂടി മുസന്നിഫ് പറയാണ്. അത് അന്നൽ അവ്വല, ഒന്നാമത്തത്, അതായത് ഇമാം ബുഖാരിയും ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്ത ഹദീസ് പറഞ്ഞായിരുന്നല്ലോ, അത് യഖ്തസ്സു ബിസ്സഹീനി, ആ 3 ഇനത്തിൽ ഒന്നാമത്തത് യഖ്തസ്സു ബിസ്സഹീഹൈനി, അത് സഹീഹൈനി കൊണ്ട് പ്രത്യേകമായതാണ്. ഇമാം ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഹദീസാണ്. വത്താനി, രണ്ടാമത്തത് ബിമാലഹു തുറുഖുൻ മുതഅദ്ദിദത്തുൻ, മുതഅദ്ദിദത്തായ തുറുക്കുള്ള, നമ്മൾ നേരത്തെ പറഞ്ഞ മഷ്ഹൂർ പറഞ്ഞു, മഷ്ഹൂറാണ്. വസാലിസു, മൂന്നാമത്തത് ബിമാ റവാഹുൽ അഇമ്മത്തു, അഇമ്മത്തുകൾ എന്താണ് റിപ്പോർട്ട് ചെയ്ത പിന്നെ മുസൽസലാണ്.
ഇങ്ങനെ മൂന്നിനാണ്. അപ്പോൾ യുംകിനു സൗകര്യമാണ് ഇജ്തിമാഉ സലാസത്തി ഫി ഹദീസിൻ വാഹിദിൻ, ഒറ്റ ഹദീസിൽ തന്നെ ഈ മൂന്നും കൂടി ഒരുമിച്ച് കൂടൽ എന്താണ്? ഇംകാനാണ്, സൗകര്യമാണ്. അപ്പോൾ മൂന്നും കൂടി ഒരുമിച്ച് കൂടുമ്പോൾ ഫലായ ബുഉദ് ഹീനഹിദിൻ, ആ സമയത്ത് ബഈദാകൂല അൽ ഖത്ഉ ബി സിദ്ഖിഹി, ആ ഖബറിന്റെ സിദ്ഖ് കൊണ്ട് ഖത്ഉ ചെയ്ത് പറയൽ എന്താ? ബഈദല്ല. ഖത്ഉ ചെയ്ത് പറയൽ ബഈദല്ല എന്ന് മാത്രമല്ല, അപ്പോൾ യഥാർത്ഥത്തിൽ എന്താവും? അത് ലറൂരിയാവും. വലിയക്കൂന് ലറൂരിയ. അപ്പോൾ ഈ മൂന്നും കൂടെ ഒരു ഹദീസിൽ എന്താണ്? ഒരുമിച്ച് കൂടുമ്പോൾ എന്താ? ആ സമയത്ത് ആ ഖബറിന്റെ സിദ്ഖ് കൊണ്ടുള്ള ഖത്ഉ ബഈദല്ല. ഖത്ഉ ബഈദല്ല എന്ന് പറഞ്ഞാൽ അയിൽ ഖത്ഉ ബി സിദ്ഖി ഇൻദ കുല്ലിൽ ഉലമാഇ ബിഹൈസു ലാ യബ്ഖാ ഫീഹി ഖിലാഫുൻ ബൈനഹും, അവരുടെ ഇടയിൽ ഒരു ഖിലാഫ് ഇല്ലാത്ത ഹൈസിയത്തിൽ തന്നെ എല്ലാ ഉലമാഇൻ്റെ അടുക്കലും എന്താണ്? പിന്നെ ആ ഖബറിൻ്റെ സിദ്ഖ് കൊണ്ടുള്ള ഖത്ഉ ഹാസിലാകുമെന്നാണ് ഈ പറഞ്ഞത്. ഇവിടെ കുത്തത്തുൽ വററിൻ്റെ മുസന്നിഫ് പറയുന്നത് അന്നൽ ഉലമാ ലൗ കാനൂ ലാഹദു ഹാദൽ ഖിസ്മ ബി ഖുസൂസിഹി, ഈ ഖിസ്മിനെ, ഈ മൂന്നും കൂടി ഒരുമിച്ച് കൂടുന്ന ഈ ഖിസ്മിനെ ഉലമാക്കൾ എന്താണ്? മുലാഹദത്ത് ചെയ്തിരുന്നുവെങ്കിൽ ഫലാ യബൂദു അൻ യകൂനു ഖദ് ഇജ്തമഉ അലൽ ഖത്ഇ ബി സിദ്ഖിഹി, അവരെല്ലാവരും ആ ഹദീസിൻ്റെ സിദ്ഖ് കൊണ്ടുള്ള ഖത്ഇൻ്റെ മേൽ ഇജ്തിമാഅമാകുമായിരുന്നു, അത് വിദൂരമാകുമായിരുന്നില്ല. ലാകിന്നഹും, പക്ഷേ അവർ ലം യുലാഹിദു ബി ഖുസൂസിഹി, അതിനെ പ്രത്യേകമായിട്ട് അവർ മുലാഹദ ചെയ്തിട്ടില്ല. ഈ മൂന്നും കൂടി ഇജ്തിമാ ചെയ്യുന്ന ഒരു ഖിസ്മിനെ പ്രത്യേകമായിട്ട് അവർ മുലാഹദ ചെയ്തിട്ടില്ല. അപ്പോൾ എന്തായി? ഫബഖിയ, അത് പ്രവേശിച്ചു, ദാഖിലൻ തഹത്തൽ ഖിലാഫി, ഖിലാഫിൻ്റെ തഹത്തിൽ അതും പ്രവേശിച്ചു. എന്ത് ഖിലാഫിൽ? ഫി അന്നഹു ഹൽ യുഫീദു ഗൈറുൽ മുതവാത്തിരി, മുതവാത്തിർ അല്ലാത്തത്, മിനൽ ഖബറിൽ മുഹ്തഫി ബിൽ ഖറാഇനി, ഖരീനത്തോട് ചുറ്റപ്പെട്ട ഖബറുകളാൽ മുതവാത്തിർ അല്ലാത്തത് ഫായിദ വെപ്പിക്കുമോ? അൽ ഇൽമൽ യഖീനിയ ഇൽമിനെ ഫായിദ വെപ്പിക്കുമോ? അംല, ഫായിദ വെപ്പിക്കുകയോ ഇല്ല എന്ന ഖിലാഫിൻ്റെ തഹത്തിൽ എന്ത് ചെയ്തു? ഇതും കൂടി പ്രവേശിച്ചു എന്നാണ്. അതുകൊണ്ടാണ് എന്ത് ചെയ്തത്? മുഖ്താറായ അഭിപ്രായം എന്ന് മുസന്നിഫ് നേരത്തെ പറഞ്ഞത്. അത് വേറെ പറയുന്നു. വഹാദൽ കലാമു മുഖാബിലുൻ ലിമാ യുഫീദുഹു കലാമുഹു ഫിൽ മത്നി, മുസന്നിഫിൻ്റെ മത്തിനുള്ള കലാമു ഫായിദ ഒപ്പിക്കുന്ന ഒന്നിൻ്റെ മുഖാബിലയാണ്. എന്തിനാൽ? മിനൽ ഖിലാഫി ഫീഹി ഹൈസു അബ്ബറ ബിൽ മുഖ്താരി, മുഖ്താർ എന്ന് മുസന്നിഫ് തുടക്കത്തിൽ ഇബാറത്തിട്ടിരുന്നല്ലോ, ആ ഇബാറത്തിട്ട് നിലക്ക് ആ ഖിലാഫിൽ എൻ്റെ മുഖാബിലയിൽ വന്നതാണ് പിന്നെ ഈ കലാമ്. ഇനി വല്ലാഹു അലം, അള്ളാഹുവാണ് ഏറ്റവും അറിയുന്നത്. ഇനി സുമ്മൽ ഖറാബത്തു ബാക്കി ബാദ്.